വെൽക്കം ആൾ ഓഫ് യു. കമ്പ്യൂട്ടർ സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഡേറ്റാ സ്ട്രക്ചേഴ്സിലുള്ള ഓപ്പറേഷൻസും അതോടൊപ്പം തന്നെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറുമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പേ തന്നെ ഡേറ്റാ സ്ട്രക്ചർ എന്താണെന്നും അതോടൊപ്പം തന്നെ ഡേറ്റാ സ്ട്രക്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചർ, ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ, അതിനകത്ത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിനുശേഷം ഡേറ്റാ സ്ട്രക്ചേഴ്സ് നടത്തുന്ന ഓപ്പറേഷൻ ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ്, സോർട്ടിങ്, മെർജിങ്, അപ്പോൾ ഇങ്ങനെയുള്ള 6 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചേഴ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് സ്റ്റാക്ക് എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. The collection is formed by adding each item one over the other. We can say that the items are added at the top position. Similarly, we can remove only that item which is placed at last. This organizing principle is known as last in, first out data structure. The data structure that follows LIFO principle is known as stack. It is an ordered list of items in which all insertion and deletions are made at one end, usually called top or toes. Since it follows the LIFO principle, the element added at last will be the first to be removed from the stack. നമുക്കിതിനകത്ത് ഇത് ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളാണ്. ഒന്നിലധികം ഡേറ്റ ഉള്ളപ്പോഴാണ് നമുക്ക് ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതരം ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് മുകളിൽ വെച്ച് പോകുന്നതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും മുകളിലേക്ക് മാത്രമേ ഉള്ളൂ ഇൻസേർഷനും ഡിലീഷനും. അപ്പം അന്നേരം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ആദ്യമേ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻസേർഷനും ഡിലീഷനും നടത്താൻ പറ്റൂ. ആ പൊസിഷനെ പറയുന്ന പേരാണ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത്. അത് ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം വിൽ ബി റിമൂവ്ഡ് ഫസ്റ്റ്. ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം റിമൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ദിവസം വരുന്നതെന്ന് വെച്ചു. അപ്പോൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് സ്കൂളിലെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ബാഗിലേക്ക് ബുക്കുകൾ വെക്കുന്നത്. അപ്പോൾ അന്നേരം മൺഡേയിലെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ മൺഡേ ഫസ്റ്റ് ക്ലാസ് ഒന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ആദ്യം എടുക്കും. പിന്നീട് രണ്ടാമത്തെ പീരീഡിലെ ബുക്ക് എടുക്കും. പിന്നെ മൂന്നാമത്തെ പീരീഡിലെ ബുക്ക് എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 6 വിഷയങ്ങളെ ഉള്ളതുകൊണ്ട് 10 പീരീഡ് ഉണ്ടെങ്കിൽ പോലും 6 ബുക്കുകൾ മതിയാവും. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ ബുക്കുകൾ വെക്കുന്നതിന് ഒരു പ്രത്യേക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പീരീഡിലേക്ക് ആദ്യം വെക്കുന്നത്, ദെൻ രണ്ടാമത്തെ പീരീഡിൽ അതിൻ്റെ മുകളിലേക്കായിരിക്കും വെക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബുക്കിൽ നിന്നും നമുക്ക് ആദ്യത്തെ പീരീഡ് ഏത് ബുക്കാണ് വേണ്ടുന്നത്? ഫസ്റ്റ് പീരീഡിൻ്റെ ബുക്ക്. സപ്പോസ് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സെക്കൻഡ് ലാംഗ്വേജ്, ഈ ഓർഡറിലാണ് നിങ്ങൾ പുസ്തകം വെച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം ഏറ്റവും അടി വെച്ചേക്കുന്ന ഏതായിരിക്കും? ഇംഗ്ലീഷിൻ്റെ ബുക്കായിരിക്കും. അതിന് തൊട്ട് മുകളിൽ ഫിസിക്സിൻ്റെ, അതിന് തൊട്ട് മുകളിൽ കെമിസ്ട്രിയുടെ, അതിന് തൊട്ട് മുകളിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ, ദെൻ മാത്സ് ഏറ്റവും മുകളിലായിട്ടായിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചേക്കുന്ന ഒരു പുസ്തകം അടുക്കി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന എവിടെ നിന്നാണ്?
ഏത് സാധനമായാലും നമ്മൾ എടുക്കുന്ന ഒരു കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്നായിരിക്കാം നമ്മൾ എടുക്കുന്നത്. കാരണം മുകളിൽ നിന്ന് എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ഓർഡർ തെറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഏത് രീതിയിലാണ് വെക്കേണ്ടുന്നത്? ബുക്ക് ഏറ്റവും അങ്ങനെ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബുക്ക് അടുക്കി വെക്കേണ്ടുന്നത്. കാരണം നമുക്ക് വീട്ടിൽ വെച്ച് ധാരാളം സമയമുണ്ട് പുസ്തകം അടുക്കി വെക്കാൻ. അപ്പോൾ അങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ പീരീഡ് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പീരീഡ്, അതിന് മുകളിൽ മൂന്നാമത്തെ പീരീഡ്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പീരീഡിലായി ബുക്കായിരിക്കും ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും എളുപ്പം എടുക്കാൻ സാധിക്കുന്ന ഏതായിരിക്കും? ഏറ്റവും മുകളിലത്തെ ബുക്കായിരിക്കും. ദാറ്റ് ലാസ്റ്റ് ഇൻസേർട്ടഡ് വിൽ ബി റിമൂവ്ഡ് ഫസ്റ്റ്. പക്ഷേ ഇവിടെ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാണോ വെക്കേണ്ടുന്നത്? അല്ല. ഏറ്റവും അവസാനത്തെ ബുക്കെന്ന് പറയുന്നത് ഏതിൻ്റെ ആയിരിക്കണം? ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൻ്റെ ആയിരിക്കണം. ഈ രീതിയിൽ നമ്മൾ ബുക്ക് അടുക്കി വെക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? റിവേഴ്സ് ഓർഡറിൽ ബുക്ക് എടുത്ത് വെക്കണം. ഏറ്റവും അവസാനത്തെ ബുക്ക് ഏറ്റവും അടിയിൽ വെക്കണം. ദെൻ 10ാമത്തെ പീരീഡ്, 9ാമത്തെ പീരീഡ്, 8ാമത്തെ പീരീഡ്, 7ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും അവസാനം വെക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആയിരിക്കും അല്ലേ? ഏറ്റവും അവസാനത്തെ പീരീഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ. അന്നേരം സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യം എടുത്ത് വെക്കുന്നു. ദെൻ അതിന് മുകളിൽ സെക്കൻഡ് ലാസ്റ്റ് മാത്തമാറ്റിക്സ്, അതിന് മുകളിൽ കമ്പ്യൂട്ടർ സയൻസ്, അതിന് മുകളിൽ കെമിസ്ട്രി, അതിന് മുകളിൽ ഫിസിക്സ്, അതിന് മുകളിൽ ഇംഗ്ലീഷ്. ഇങ്ങനെ നമ്മൾ ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷം ബാഗിൽ സൂക്ഷിക്കുന്നു. ബാഗ് സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ ബാഗ് തുറന്ന് പുസ്തകം എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആദ്യം എടുക്കുന്ന ഏതായിരിക്കും? ഇംഗ്ലീഷിൻ്റെ ബുക്കായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബുക്ക് അറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം വിൽ ബി റിമൂവ്ഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് അടുക്കി വെക്കുമ്പോഴും അതേപോലെ തന്നെ എടുക്കുമ്പോഴും ഏറ്റവും മുകളിൽ നിന്ന് മാത്രമേ ബുക്ക് എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു എൻഡിൽ നിന്ന് മാത്രം ഇൻസേർഷനും ഡിലീഷനും നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം അന്നേരം ഇതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മളുടെ വീട്ടിൽ സാധാരണ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട് അല്ലേ? വാങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും ഒരു പാത്രത്തിൽ നമ്മൾ 3 കവറ് ഗോതമ്പ് പൊടി വാങ്ങിച്ചെന്ന് വെച്ചോ. സ്വാഭാവികമായിട്ടും 3 കവർ ഗോതമ്പ് പൊടി വാങ്ങിക്കുന്നത് 3 തവണയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനം വാങ്ങിച്ചത് നമ്മൾ ഏറ്റവും മുകളിൽ വെക്കും അല്ലേ? പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? ഏറ്റവും അവസാനം വാങ്ങിച്ചതായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. എന്നുവെച്ചാൽ പഴകിയത് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പോകും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന മെത്തേഡെന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ മെത്തേഡാണ്. അപ്പോൾ അന്നേരം ഈ സ്റ്റാക്കിനകത്ത് നമ്മളിങ്ങനെ അടുക്കി വെക്കുക, ബുക്ക് ഇങ്ങനെ അടുക്കി വെക്കുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതല്ലാതെ സ്റ്റാക്ക് നമുക്ക് എന്ത് ചെയ്യുകയും വേണം? ഡിലീറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ വീട്ടിൽ വെച്ച് പുസ്തകം അടുക്കി, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം നമ്മൾ വീട്ടിലെ അടുക്കളയിൽ അടുക്കി വെച്ചു. അടുക്കി വെക്കുമ്പോൾ ഇൻസേർഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അത് ഉപയോഗത്തിനെടുക്കുമ്പോൾ അത് ഡിലീഷനോടാണ്. അപ്പം അന്നേരം ഇൻസേർഷനും ഡിലീഷനുമാണ് സ്റ്റാക്കിൽ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾ ബുക്ക് മുകളിൽ നിന്ന് എടുക്കുന്നു, അപ്പോൾ അത് ഡിലീഷനാണ്. ദെൻ അടുത്ത പീരീഡ് വരുന്നു. അപ്പോൾ ആ ഇംഗ്ലീഷിൻ്റെ ബുക്ക് മാറ്റി നമ്മൾ ആ പീരീഡ് കഴിഞ്ഞു. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൻ്റെ ബുക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ബാഗിൻ്റെ വേറൊരു അറയിലാണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം മുകളിലിരിക്കുന്ന ബുക്ക് ഏതായിരിക്കും? 2ാമത്തെ പീരീഡിൻ്റെ ബുക്കായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് ആയിരിക്കും. ഫിസിക്സിൻ്റെ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഫിസിക്സിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഏതാ? കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഏതാ? കമ്പ്യൂട്ടർ സയൻസാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഏതാ? മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് ലാംഗ്വേജാണ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ബുക്കില്ല, തീർന്നു. ഇനിയും തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പുസ്തകം വീണ്ടും ബാഗിനകത്ത് അടുക്കി വെക്കുന്നു. ഈ ഓർഡറിൽ വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം അന്നേരം
നമ്മളുടെ വീട്ടിൽ നമ്മൾ സാധനം വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ഒരു കവറ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ നിന്ന് ഉള്ള സാധനം എടുത്തതിന് ശേഷം ഏറ്റവും അടിയിലേക്ക് ഏറ്റവും അവസാനം വെച്ച് എടുക്കുന്നു. അതിന് തൊട്ട് മുകളിലാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കവർ വെക്കുന്നത്. ഇല്ല എങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഏറ്റവും അവസാനം വാങ്ങിച്ചത് ആദ്യം എടുക്കുകയും ചെയ്യും, പഴകിയത് അവിടെ ഇരുന്ന് പഴകി പോവുകയും ചെയ്യും. അപ്പോൾ അന്നേരം ഒരെൻഡിൽ നിന്ന് മാത്രം ഇൻസേർഷനും ഒരെൻഡിൽ നിന്നും മാത്രം ഡിലീഷനും നടക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം സ്റ്റാക്കിൽ ഒരു 5 ഐറ്റം ഉണ്ടെങ്കിൽ ആ 5 ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാക്ക് എന്ന് പറയുന്ന സാധാരണ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്ന സൈസ് ഓഫ് അറേയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അറേ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡെക്സ് 0, 1, 2, 3, 4 നമ്മൾ അറേ സാധാരണ സീക്വൻഷ്യൽ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഒരു ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അറേയിലേക്ക് എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് അങ്ങനെ വരണമെന്നില്ല. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, 2 എണ്ണം ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുന്നത്. ദെൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യും, വീണ്ടും നമ്മൾ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻസേർഷൻ ഡിലീഷൻ എന്ന് പറയുന്നത് റാൻഡമായിട്ട് വരുന്ന പ്രോസസ്സാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം ഇനിഷ്യലി നമ്മൾ ഈ സ്റ്റാക്കിനകത്ത് ആക്സസ് ചെയ്യാവുന്ന ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് ടോസ് എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ആ ടോസ് എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടിയും അതേപോലെ തന്നെ കുറഞ്ഞും വരും. കൂടുന്നത് ഇൻസേർഷൻ സമയത്ത്, കുറയുന്നത് ഡിലീഷൻ സമയത്ത്. സോ ഇനിഷ്യലി ഒരു എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റാക്ക് ഈസ് എംപ്റ്റി, സ്റ്റാക്ക് ശൂന്യമാണ്. വെനെവർ ആൻ എലമെൻറ്റ് ഈസ് ആഡഡ് ഇൻ ടു ദ സ്റ്റാക്ക് ദ വാല്യൂ ഓഫ് ദ ടോസ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഒരു എലമെൻറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടോസിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബുക്ക് വെക്കുമ്പോഴത്തേക്ക് ബുക്ക് മുകളിൽ തന്നെ നമുക്ക് എടുത്തു വെക്കാം. പക്ഷേ എത്ര ബുക്കുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ആ ബുക്കിൻ്റെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 5 ബുക്കുണ്ട്, അപ്പോൾ അന്നേരം ടോസ് എന്ന് പറയുന്നത് 5. 5ാമത്തെ ബുക്കാണ് ടോസ് എന്ന് പറയുന്നത്. അരേ ഇൻഡെക്സ് ആകുമ്പോൾ 4. ഇനി നമ്മൾ പുതിയ ബുക്ക് വെക്കുമ്പോഴത്തേക്ക് അത് എത്രാമതായിട്ടാണ് വെക്കുന്നത്? 6ാമതായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അന്നേരം 6ാമതായിട്ടാണ് എന്നുള്ളതിൻ്റെ 6ാമത്തെ ബുക്ക് എന്നുള്ളതിൻ്റെ ഒരു അടയാളം നമ്മളവിടെ വെക്കുന്നു. ആ അടയാളം എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ടോസ് എന്ന് പറയുന്നത്. ഇഫ് ആൻ array stack of n element is used to implement a stack, the values of top can vary from 0 to n-1. അപ്പം നമുക്ക് 10 എലമെൻ്റ് ഉള്ള ഒരു അറേ ആണ് എടുക്കുന്നതെങ്കിൽ അറേയിലെ ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ എത്ര വരെയാകാം? 9 വരെയാകാം. ഇനി ആ സ്റ്റാക്കിനെ അത് റെഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, സ്റ്റാക്ക് ഓഫ് അങ്ങനെ എക്സെട്ര സ്റ്റാക്ക് ഓഫ് n-1 എന്ന് തന്നെയായിരിക്കും. ഇനി നമുക്ക് സ്റ്റാക്കിനകത്ത് നടത്താവുന്ന 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. നമുക്ക് ബുക്ക് എടുക്കുകയും ചെയ്യാം, വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ സാധനങ്ങൾ നമുക്ക് കവറിലുള്ള സാധനങ്ങൾ നമുക്ക് പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ പാത്രത്തിൽ ഇരിക്കുന്ന സാധനം നമുക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ 2 ഓപ്പറേഷനെ പറയുന്ന പേരാണ് പുഷ് ആൻഡ് പോപ്പ്. ദ ഇൻസേർഷൻ ഓപ്പറേഷൻ ഈസ് കാൾഡ് പുഷ് ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഈസ് കാൾഡ് പോപ്പ്. ദ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് വൺ എൻഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാക്കിനകത്തെ എല്ലാ ഓപ്പറേഷൻസും ഒരു എൻഡിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് മാത്രമേ മുകളിലേക്ക് മാത്രമേ ഇൻസേർഷൻ നടത്താൻ പറ്റൂ, ഏറ്റവും മുകളിൽ നിന്ന് മാത്രമേ ഡിലീഷൻ നടത്താൻ പറ്റൂ. ഇൻസേർഷൻ നടത്തുമ്പോഴത്തേക്ക് ടോസിൻ്റെ വാല്യൂ ഒന്ന് കൂടും, ഡിലീഷൻ നടത്തുമ്പോഴത്തേക്ക് ടോസിൻ്റെ വാല്യൂ ഒന്ന് കുറയും. ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മളുടെ കയ്യിൽ 8 ബുക്കുണ്ട്, ഒരു ബുക്ക് കൂടെ കൊണ്ടുവെക്കുന്നു, അന്നേരം 9 ആയി. ദെൻ ഒരു ബുക്ക് കൂടെ കൊണ്ടുവെക്കുന്നു, 10 ആയി. ആ 9, 10, 11, 12 അങ്ങനെ ബുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടോസിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും വെക്കുന്ന ബുക്കിൻ്റെ പൊസിഷനാണ് ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തിൻ്റെ വാല്യൂ കൂട്ടണം? ടോസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടണം. ഇനി അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പുഷ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡേറ്റ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്. വെൻ വി implement stack using an array, initially the value of toss will be -1. If there is no items in a stack, the condition is called empty stack. We cannot insert into a full stack. When we try to insert an item into a full stack, the condition is called stack overflow.
ബിഫോർ ഇൻസേർട്ടിങ് എ വാല്യൂ ഓഫ് ദ ടോസ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? 1 ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അന്നേരം സ്റ്റാക്കിനകത്ത് നടത്തുന്ന ഓരോ ഓപ്പറേഷനാണ് ഇൻസേർഷൻ. ഇൻസേർഷനെ പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പുഷ് ഓപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡേറ്റ ഐറ്റം ഇൻ ടു സ്റ്റാക്ക്. സ്റ്റാക്കിനകത്തേക്ക് പുതിയ ഒരു ഐറ്റം സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പുഷ് എന്ന് പറയുന്നത്. നമ്മളൊരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. കാരണം ദർ ഈസ് നോ എലമെൻറ്റ് ഇൻ ദ സ്റ്റാക്ക്. നമുക്ക് അറേക്കകത്ത് എലമെൻറ്റുകളൊന്നുമില്ല. അപ്പം അന്നേരം ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എംപ്റ്റി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മേശപ്പുറത്ത് പുസ്തകമൊന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ബുക്കുകൾ എന്ന് പറയുന്നത് അവിടെ ശൂന്യമാണ്. നമ്മൾ പേന എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പേനയുടെ എണ്ണം ശൂന്യമാണ്. നമ്മളൊരു പാത്രത്തെ അരി ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ അരി എന്ന് പറയുന്നത് എത്രയാണ്? ശൂന്യമാണ്, എംപ്റ്റി അല്ലേ? ഇനി നമ്മൾ ബാഗിലേക്ക് മാക്സിമം ബുക്ക് എടുത്ത് വെച്ചു, പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സൂക്ഷിച്ച് വെക്കുവാണ്, അരി സൂക്ഷിച്ച് വെക്കുവാണ്. സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം നിറയുന്നവരെ നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓവർഫ്ലോ ആയി പോവും. ഇതേപോലെ തന്നെയാണ് സ്റ്റാക്ക്. ഇപ്പോൾ അരയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പുഷ് ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ആദ്യം റിമൂവ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ആൻ അറേ സ്റ്റാക്ക് ഓഫ് n ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് എ സ്റ്റാക്ക് വെയർ n ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദ അറേ. എ വേരിയബിൾ ടോസ് കീപ്സ് ട്രാക്ക് ഓഫ് top position of the stack. A data item available in the variable VAL is to be added into the stack. The steps required for push operations are given between the start and stop instruction. അന്നേരം സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു അറേ എടുക്കുന്നു, അതിന് ഒരു സൈസ് കൊടുക്കണം നമുക്ക്. ഇപ്പോൾ 10 സൈസ് കൊടുക്കുകയാണെങ്കിൽ 10 എണ്ണേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ 10 ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു പാത്രം. അതേപോലെ തന്നെയാണ് അറേ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര എലമെൻ്റ് ഉണ്ട് എന്നറിയണം. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടോസ് എന്ന് പറയുന്നത്. ഇനി ഇൻസേർട്ട് ചെയ്യേണ്ടുന്ന പുതിയ വാല്യൂവിനെയാണ് VAL എന്ന് പറയുന്ന വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഇഫ് ടോസ് ലെസ് ദാൻ n ദെൻ, അപ്പം അത് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? ഓവർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-ൽ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അന്നേരം ഇവിടെ ടോസ് എന്ന് പറയുന്നത് n എന്ന് പറയുന്ന ഇവിടെ സൈസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇൻഡെക്സിനെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, സൈസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ 0-ലാണ് ഇൻഡെക്സ് കൊടുക്കുന്നതെങ്കിൽ ഇഫ് ടോസ് ലെസ് ദാൻ n-1 എന്നാണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അൽഗോരിതമാണ്. ജനറൽ അൽഗോരിതം എന്ന് പറയുന്ന ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് C++ലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് 10 സൈസിലുള്ള അറേ ആണെങ്കിൽ അവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9. അപ്പോൾ 10 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ n എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അന്നേരം ടോസ് ലെസ് ദാൻ 9 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോസ് ലെസ് ദാൻ 9 n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കണം. അതാണ് നമുക്ക് C++ ഉപയോഗിക്കേണ്ടുന്ന മെത്തേഡ്. n എന്ന് പറയുന്ന സൈസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ C++ലാവുമ്പോഴത്തേക്ക് അത് ലാസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പം അന്നേരം ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ടോസിൻ്റെ വാല്യൂ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ദെൻ സ്റ്റാക്ക് ഓഫ് ടോസ് ഈസ് ഈക്വൽ ടു VAL. അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓവർഫ്ലോ. ദാറ്റ് മീൻസ് ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണെന്ന് വെച്ചോ. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻഡെക്സ്. n എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, സൈസ് അല്ല ഉദ്ദേശിച്ചേക്കുന്നത്, ലാസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ n എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കുന്നത്.
അപ്പം അന്നേരം 9 ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ലാസ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം 8 ഐറ്റം അല്ലെങ്കിൽ 0 മുതൽ 8 വരെയുള്ള 9 ഐറ്റം ഉണ്ടെങ്കിൽ 8 <9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10ാമതായിട്ട് ഒരു വാല്യൂം കൂടെ ഇൻസേർട്ട് ചെയ്യാം. 0 മുതൽ 8 വരെ 9 ഐറ്റം ഉണ്ട്. അപ്പോൾ അന്നേരം ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ ടോസിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ഇൻസേർട്ട് ചെയ്യാം. കാരണം ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 9 ആണ്. 10 വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 ആണെങ്കിൽ നമുക്ക് അവിടെ ടോസിൻ്റെ വാല്യൂ 9 ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോസിബിൾ അല്ല. കാരണം പിന്നെ ഒന്നുകൂടെ നമുക്ക് അറയിൽ എലമെൻ്റ് ഇല്ല. അതല്ല 9 താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാക്ക് ഓഫ് TOS എന്ന് പറയുന്നതിനകത്തേക്ക് നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. അല്ല എങ്കിൽ സ്റ്റാക്ക് ഓഫ് ഫ്ലോ ദെൻ എൻഡ് ഇഫ്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻസേർഷൻ ആണെങ്കിൽ ടോസ് ഈസിക്കൽ ടു ടോസ് +1, ഡിലീഷൻ ആണെങ്കിൽ ടോസ് ഈസിക്കൽ ടു ടോസ് -1. ഇതാണ് അതിനകത്തെ ടേംസ്. ആകെപ്പാടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ടോസിൻ്റെ വാല്യൂ സ്റ്റാക്ക് എന്ന് പറയുന്ന ഇൻസേർഷൻ നടത്തുമ്പോഴത്തേക്ക് ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് ഇൻഡെക്സിനേക്കാൾ കുറവായിരിക്കണം ടോസിൻ്റെ വാല്യൂ. സോ ടോസ് <n. n എന്ന് പറയുന്ന ഇവിടെ സൈസിനെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇൻഡെക്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 0 മുതൽ 4 വരെയുള്ള ഇൻഡെക്സ് ഉള്ള ഒരു അറേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ടോസ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററും കാണിച്ചിട്ടുണ്ട്. ടോസിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. ദ വാല്യൂ ഓഫ് ടോസ് ഈസ് -1. ദാറ്റ് ഈസ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. 0 മുതൽ 4 വരെയുള്ള ഒരു എലമെൻറ്റിൽ പോലും ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. സോ ഇനി അൽഗോരിതം അനുസരിച്ച് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സിനേക്കാൾ <> ആണോ എന്ന് നോക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ് <4 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലേ? ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 അല്ലേ? സോ -1 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണ്. സ്വാഭാവികമായിട്ടും ഇനി ഇൻസേർട്ട് ചെയ്യേണ്ടുന്നത് എങ്ങോട്ടേക്കാണ്? ഫസ്റ്റ് ഇൻഡെക്സിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടോസ് എന്ന് പറയുന്നത് -1. -1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0 എന്ന് പറയുന്ന ഇൻഡെക്സ് കിട്ടും. സോ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ടോസിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കി ടോസ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ചെയ്തു. ടോസ് ഇൻക്രിമെൻ്റ് ചെയ്തപ്പോഴത്തേക്ക് -1 + 1 = 0, ടോസ് = 0. ഇനി നമുക്ക് 65 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ടോസിൻ്റെ വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് 65 സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാക്കിൻ്റെ ടോസ് പൊസിഷൻ എന്ന് പറയുന്ന ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാ? 0 ഫസ്റ്റ് ഇൻഡെക്സ്. ഇനി ഒരൈറ്റം കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒരൈറ്റം കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ടോസിൻ്റെ വാല്യൂ 1 കൂട്ടുന്നു. സോ ടോസിൻ്റെ വാല്യൂ 1 കൂട്ടുമ്പോഴത്തേക്ക് ടോസ് = 0 + 1 എന്ന് പറയുന്നത് എത്ര ആകുന്നു? 1 ആകുന്നു. സോ ടോസിൻ്റെ വാല്യൂ 1 ആകുന്നു. അപ്പോൾ അവിടെ 43 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ഓഫ് 1ലേക്ക് 43 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. സോ ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അന്നേരം ഇനിയിപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏതേ ഡിലീറ്റ് ആവത്തുള്ളൂ? ടോസിൽ മാത്രമേ എലമെൻറ്റ് മാത്രമേ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ടോസിൻ്റെ വാല്യൂ ഒന്ന് കുറയും. ഇനി നമ്മൾ 2 ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് 3ാമത്തെ വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 3ാമത്തെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ടോസിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ടോസിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ടോസ് = 1 + 1 ദാറ്റ് ഈസ് 2. സോ സ്റ്റാക്ക് ഓഫ് 2ലേക്ക് നമുക്ക് ആ VAL എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാം. ഇവിടെ VAL എന്ന് പറയുന്നത് എത്രയാണ്? 74 ആണ്. സോ 74 എന്ന് പറയുന്ന വാല്യൂ അവിടെ സ്റ്റാക്ക് ഓഫ് 2ലേക്ക് സ്റ്റോർ ചെയ്തു. സോ ഇപ്പം നമുക്ക് ടോസ് എന്ന് പറയുന്നത് 2 ആയി. ഇനി ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യണം. ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ടോസിൻ്റെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ടോസിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടോസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. 2 + 1 എന്ന് പറയുന്നത് 3 ആകും. സോ ടോസ് എന്ന് പറയുന്നത് 3 ആയി. ഇനി നമുക്ക് 12 എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ഓഫ് ടോസിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്.
ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3. സോ സ്റ്റാക്ക് ഓഫ് 3 ഈസ് ഈക്വൽ ടു 12. സോ 12 എന്ന് പറയുന്ന വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത വേണ്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യണം. ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകൂടെ കൂടും. ഒന്നുകൂടെ കൂടുമ്പോഴത്തേക്ക് ടോസ് ഈസ് ഈക്വൽ ടു 3 + 1. ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ 3 + 1 അങ്ങനെ 4 ആയി. സോ ടോസ് എന്ന് പറയുന്നത് 4നെ പോയിൻ്റ് ചെയ്യുന്നു. ദെൻ അവിടേക്ക് 21 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇപ്പം ഇനി നമുക്ക് ടോസ് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടോസ് എന്ന് പറയുന്നത് എന്താണ് 4 ആയി. ഇപ്പം ഇനിയും കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇഫ് ടോസ് ലെസ് ദാൻ 4, ടോസിൻ്റെ വാല്യൂ 4 ലെസ് ദാൻ 4 ഫാൾസാണ്. അപ്പം അന്നേരം എന്താ ഓവർഫ്ലോ കണ്ടീഷനായി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആണ് സ്റ്റാക്കിനകത്തേക്ക് ഇൻസേർഷൻ അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എക്സാമ്പിൾ പോലെ തന്നെയാണ്. ഒരു ഇഡ്ഡലി തട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം എടുക്കേണ്ടതായിരിക്കും ഏറ്റവും അടിയിൽ വെക്കുന്നത്. ഏറ്റവും ആദ്യം എടുക്കുന്നതായിരിക്കും ഏറ്റവും മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിനകത്ത് നടക്കുന്ന ഇൻസേർഷൻ അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ അന്നേരം പുസ്തകത്തിനകത്തെ ഈ ഭാഗം നിങ്ങൾ കൃത്യമായി വായിക്കുക. ഈ അൽഗോരിതം എന്ന് പറയുന്നത് എഴുതി തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു പേപ്പറിനകത്ത് ഈ ഇൻസേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ നമ്പർ വെച്ച് ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ ഓരോ തവണയും ഇൻസേർഷൻ നടത്തുന്നതിന് മുമ്പ് ടോസിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് പോപ്പ് ഓപ്പറേഷനെ കുറിച്ച് പഠിക്കാം.